ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ ഓട്ടോറിക്ഷൻ്റെ മീറ്റർ എന്തെങ്ങനെ മിന്നണമെന്ന്? സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല കേട്ടോ. നീ കാര്യത്തേക്ക് വരാം. രാവിലെ തന്നെ മടി പിടിച്ച ദിവസേന് ഒന്നിനാവാത്ത ദിവസം. അപ്പോഴാണ് പെട്ടെന്ന് ഉമ്മച്ചിൻ്റെ ഒരു ചോദ്യം. സ്കൂളൊക്കെ തുറക്കാനില്ലേ, മക്കൾക്ക് സാധനം വാങ്ങേണ്ടതെന്ന്. അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കണത് തന്നെ. പിന്നെ വേറൊന്നും നോക്കില്ല, മക്കളെയും അനിയനൊക്കെ കൂട്ടിക്ക് നേരെ സംസ്കൃതിക്ക് അങ്ങോട്ട്. എന്തിന്? വല്ല ലാഭം ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് പോരാന്ന് വിചാരിച്ചിട്ട്. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആകെ ഒരു പ്രാർത്ഥനയുള്ളതിന്, പഠിച്ചോനെ മഴ പെയ്യരുത്. കാരണം മഴ പെയ്ത് ആകെ കുളമെന്ന് എല്ലാവർക്കും അറിയാലോ. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. ഏതായാലും ഞങ്ങൾ ആദ്യം മുതൽ ഇങ്ങനെ നോക്കി വന്നു. കാരണം എവിടുന്ന സാധനം വാങ്ങേണ്ടി, എന്തെടുക്കണം, ഒരു പ്ലാനില്ല. മക്കൾക്ക് സാധനം എടുക്കുന്നുള്ള പ്ലാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളൊരു ബാഗിൻ്റെ കടയിൽ കയറി. കുറേ ബാഗൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവിടുത്തെ ആളിനോട് ചോദിക്കുക, എന്താ മോളൂസേ, വീഡിയോ എടുക്കണോ അതോ ഫോട്ടോ എടുക്കണോ? ഞാനൊന്നും പറഞ്ഞില്ല, കാരണം നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അത്. പിന്നെ കൊണ്ടുവന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി, സ്കൂൾക്കുള്ള സാധനമൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ഇങ്ങനെ ഓരോ ഡ്രസ്സിൻ്റെ കടയിൽ, അവിടെ ഡ്രസ്സ് കണ്ട് നമ്മൾ പെണ്ണുങ്ങളാണ് നോക്കാണ്ടിരിക്കില്ല. ഡ്രസ്സിൻ്റെ കടയിലൊക്കെ കയറി ഓരോന്നിങ്ങനെ നോക്കി. സത്യം പറഞ്ഞാൽ നല്ല രസമുള്ള ഡ്രസ്സുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സിനൊക്കെ ഭയങ്കര വില. നിൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ ഇനി ഒരു പ്രൈസ് ടാഗ് കിട്ടേൻ്റെ കുഴപ്പമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒട്ടുക്കത്തെ വില എനിക്കറിയില്ല. എൻ്റെ ഒരു സങ്കല്പം എന്തെങ്കിലും അറിയോ, അവിടെയൊക്കെ പോയി കുറച്ച് വില കുറച്ച് കിട്ടുമെന്ന്. അങ്ങനെ സങ്കല്പം. പക്ഷേ അതൊക്കെ തെറ്റിച്ച് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കേട്ടോ. പക്ഷേ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നല്ല ഓഫറാണ്, നല്ല ഓഫറുണ്ട്. അവിടെ ഒരു 30 രൂപേൻ്റെ ഒരു കട ഉണ്ട്. അതായത് എന്ത് വാങ്ങിയാലും 30 റുപ്യ. ആ കടയിൽ കയറി. ഇനി എന്തെങ്കിലും ലാഭമില്ലാണ്ട് പോലെ നടത്തൂലെന്ന് നമുക്കറിയാം. പക്ഷേ വാങ്ങണ നമുക്കും സമാധാനമാണ്, ആൾക്കാർ വരുമ്പോൾ ഓൾക്കൊരു സമാധാനമാണ്. അങ്ങനെയല്ലേ? വില കുറവിടണം, അവിടെ നമ്മളുണ്ടാവുമല്ലോ. ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു ഡ്രസ്സെങ്കിലും എടുക്കാൻ വിചാരിച്ച് പിടിച്ച് ലാസ്റ്റ് ഒരു പാർട്ടി വെയറിൻ്റെ ഡ്രസ്സ് എടുത്ത്. ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഭയങ്കര രസം. പിന്നെ ഒന്നും നോക്കിയില്ല, അതങ്ങ് എടുക്കുക വെച്ചാൽ അതങ്ങ് എടുത്ത്. പക്ഷെ വില കണ്ട് കണ്ണ് തള്ളി. വില കണ്ടിട്ടാണെന്നറിയില്ല, ഭയങ്കര വിശപ്പ്. പിന്നെ വേറൊന്നും നോക്കില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു കടയിൽ കയറി മന്തിയും അൽഫാമും ഓർഡർ ചെയ്ത്. പിന്നെ മോനെന്തോ ബ്ലൂബെറിൻ്റെ മൊഹിറ്റോ അത് ഓർഡർ ചെയ്ത്. ഓൻ്റെ സ്ട്രോക്ക് ഇട്ടാണ്ട് കുറേ ഇടങ്ങേറായിരുന്നു കേട്ടോന്. ഏതായാലും ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ക്ലൈമറ്റ് തന്നെ ചേഞ്ചായി. എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മഴ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് വാങ്ങിയല്ലോ, ആ ഡ്രസ്സ് ഓലെന്നെ ഇവിടുന്ന് അടിച്ചു തരും കേട്ടോ. അപ്പോൾ അത് അടിച്ച് വാങ്ങാനും വേണ്ടി നമ്മൾ അടിച്ചോടത്തേക്ക് പോയി. അപ്പോൾ അവിടുന്ന് ഇട്ടോക്കി കറക്റ്റ് ഷേപ്പാണ്, ഒക്കെ ഓലെന്നെ അവിടുന്ന് അളവെടുത്ത് അടിച്ചതാണ്. പിന്നെ വേറൊന്നും ആലോചിക്കാനില്ലല്ലോ, വേറൊന്നും വാങ്ങാനുമില്ല. പിന്നെ എന്താക്കി, ഇനിയൊന്നും ആലോചിക്കേണ്ട അടിച്ച് നമ്മളവിടുന്ന് നേരെ പുരയ്ക്ക് പോകാൻ വിചാരിച്ച്. അപ്പോഴാണ് വൈമിൽ എന്ത് കാണുന്നത്, ലുലു മാൾ. കണ്ണ് നേരെ അങ്ങോട്ട്. പിന്നെ എല്ലാവരും പറഞ്ഞ് ലുലു മാൾ കയറി വിട്ട് പോവാം, ഏതായാലും വന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ കയറി നോക്കി. കയറി നോക്കുമ്പോൾ ഞാൻ ആകെ സസ്യമായി. എന്താണെന്ന് വെച്ചാൽ ബാഗിനൊക്കെ ഭയങ്കര ഓഫറാണ്, ഭയങ്കര ഓഫർ. സ്കൂളൊക്കെ തുറക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ഓഫറാണ്, ഭയങ്കര ഓഫർ. പക്ഷേ ഇനി വാങ്ങാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ബാഗ് വാങ്ങി, ബാഗും സാധനങ്ങളൊക്കെ വാങ്ങി, ഡ്രസ്സ് വാങ്ങി, ഇനിയൊന്നും വാങ്ങാനില്ല. അപ്പോൾ ആകെ ഒരു പ്ലാൻ, ഇനി ഇതൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോവാൻ. കറങ്ങിയിട്ട് പോകാറുമ്പം എല്ലാത്തിലൊന്ന് കയറണം, ഡ്രസ്സിൻ്റെ കടയിലൊക്കെ വെറുതെ ഷോക്കും വേണ്ടി കയറണം. അങ്ങനെയൊക്കെ ഒരു പ്ലാനായി ഞങ്ങൾ എക്സ്കലേറ്ററിൽ കയറി. പിന്നെ മോനിത് വന്ന് വികാനൊക്കെ പോയിട്ടോ. സത്യം പറയാം, നമ്മൾ മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം, കൈ ഒരിക്കലും വിട്ട് മക്കളെ മുന്നോട്ട് പറഞ്ഞേക്കരുത്. ഒന്നങ്ങ് സ്ലിപ്പായി പോയാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാണ്ടായിപ്പോൾ. ഇതിൽ അതൊക്കെ റെഡിയായി. നമ്മൾ പിന്നെ ഷോക്കും വേണ്ടി കുറേ ഷോപ്പൊക്കെ വീഡിയോ എടുത്ത് കുറേ ഷോപ്പിലൊക്കെ കയറി. ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങിപ്പോന്ന്, വെറുതെ ഷോക്കും വേണ്ടി. പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ പെർഫ്യൂമിൻ്റെ സ്പോട്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഒലാക്കി തരില്ല, ആ സ്പോട്ട് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടം. പക്ഷേ ഞാൻ പെർഫ്യൂം ഒന്നും വാങ്ങിയില്ല, പക്ഷേ എനിക്കിഷ്ടമാണ് ഈ സ്പോട്ട്. ഇവിടെ വന്നാൽ തന്നെ നല്ലൊരു സ്മെല്ലല്ലേ. പിന്നെ ഞങ്ങൾ ബേബീസിൻ്റെ കടയിൽ വാങ്ങി. വെറുതെ ഷോക്ക്, ഓരോന്ന് കയറി നോക്കി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ മക്കൾക്കൊക്കെ ഒരൊറ്റ നിർബന്ധം, ഗെയിമിൻ്റെ സ്ഥലത്തേക്ക് പോകണം. വേറെ ഒന്നും അറിയിച്ചില്ല, മക്കളവിടെ കൊണ്ടുപോയി ഓരോന്നിനും ഇങ്ങനെ കയറ്റി ഓരോന്ന് കളിച്ച്. കാരണം നമുക്കൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ. ഉണ്ട്, കാർ റേസ് ഉണ്ട്, പക്ഷേ അതിലൊന്നും നമ്മൾ കയറിയില്ല. ആകെ ടയേർഡായിന്, രാവിലെ പോകുന്നല്ലേ. ഏതായാലും ഒക്കെ ടയേർഡായി. നമ്മളൊരു ചോക്ലേറ്റിൻ്റെ ബബിൾ ടീയും കുടിച്ച് നേരെ തിരിച്ച്